ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പരിപ്പ് പ്രഥമനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ചവ്വരിയും കൂടി ചേർത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. അതിതാ ഒരു ഗ്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുപയർ പരിപ്പ്, കണ്ടോ? ഇതൊരു ഗ്ലാസ്സിനാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലെ വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് നമ്മുടെ സാബുദീനയാണ്. ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി ഒരു അര ഗ്ലാസ്, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് ചവ്വരി ഇങ്ങനെ കടിക്കണതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് പായസത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് നിറത്തിൽ ഇങ്ങനെ ബോൾ പോലെ, ഇതാണ് കേട്ടോ ചവ്വരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു മണിക്കൂറോളം ഒന്ന് കുതിർത്തി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും നമ്മുടെ ചവ്വരി. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് കുതിർത്താൻ വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പാവ് കാച്ചാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ മുഴുവൻ നമുക്കിത് വേണ്ടി വരില്ല, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ശർക്കരപ്പാനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഫുൾ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാലാണ്, വെള്ളം ചേർത്തിട്ട് എടുത്ത 2ാം പാലാണ് ഇത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തെമ്പാൽ വേണം. തെമ്പാൽ നമ്മൾ ഫസ്റ്റ് മാറ്റി വയ്ക്കുക. അത് വെള്ളം ചേർക്കാതെ കൈവെള്ളമൊക്കെ തെളിച്ചിട്ട് മാറ്റി വയ്ക്കണം പാല് കേട്ടോ. അത് തെമ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേത് സെക്കൻഡ് പാല്. പിന്നെ തേട് പാൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്മൾ നാളികേരമൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുക്കണം പാലാണ് തേട് പാൽ കേട്ടോ. അപ്പോൾ ഈ തേട് പാലും സെക്കൻഡും ഫസ്റ്റും നമ്മളൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ പരിപ്പൊക്കെ വാർക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നല്ലോ, വെള്ളം നന്നായിട്ട് വാർന്ന് വരാനായിട്ട്. ഇതല്ലെങ്കിൽ നമ്മൾ നെയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേലേക്കൊക്കെ പൊട്ടിത്തെറിക്കിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാനാണ് കുറച്ച് നേരം ഒന്ന് വെള്ളം വാരാനായിട്ട് വെച്ചത്. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കുന്ന സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാനവിടെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനൊരു അരപ്പാത്രം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര ഗ്ലാസ് ചവ്വരിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇതിൻ്റെ ആ ബോൾസൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന വരയ്ക്കാണ് അതിൻ്റെ ആ വേവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പായസത്തിൽ ചേർക്കാന്നുണ്ടെങ്കിൽ, പായസത്തിന് ഇപ്പോൾ പരിപ്പ് കുറവാണ്, അതുപോലെ എന്തെങ്കിലും സേമിയ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ചവ്വരി എടുത്തിട്ട് ഒന്ന് കുതിർത്തി വേവിച്ചിട്ട് ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പായസമൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും, നല്ല കട്ടിയും കിട്ടും, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചവ്വരി ഇതേ നമ്മളെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ ആണ് അതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കർ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വാർത്ത അവിടെ വെച്ച് വെള്ളമൊക്കെ നന്നായി വാരാനായിട്ട് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പായസത്തിനൊക്കെ ഒരു പ്രത്യേക രുചി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പായസമൊക്കെ ഇങ്ങനെ ആ പരിപ്പിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മണമൊക്കെ വരും, നല്ലൊരു വാസന വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അത് ആയി എന്നുള്ളത്. അപ്പോൾ കണ്ടോ നമ്മുടെ പരിപ്പ് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 3ാം പാലാണ്. അതിപ്പോൾ ഒരു ഏകദേശം 3 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് ആണല്ലോ നമ്മൾ പരിപ്പെടുത്തേക്കുന്നത്. ഒരു 3 ഗ്ലാസ് അളവിന് ഞാൻ 3ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള പരിപ്പൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാം തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ പരിപ്പല്ലേ. അപ്പോൾ അതവിടെ ഒരു ഭാഗത്ത് വേവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, ചവ്വരി വേവിച്ച് മാറ്റി വെച്ചല്ലോ, അതിങ്ങനെ കട്ടിയായിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 2ാം പാലുണ്ടല്ലോ, 2ാം പാലൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതിൽ 2ാം പാൽ ചേർത്ത് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റാവും.
അപ്പോൾ അതേ കുക്കറൊക്കെ വെന്ത് ഒരു വിസിലായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അപ്പോൾ കുക്കർ തുറന്നപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് പരിപ്പ് വേണ്ടത്. ഇനി നമുക്കൊരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യിൽ ഓൾറെഡി വേവിച്ചതാണ് എങ്കിൽ പോലും നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഒരു രുചി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് മതി. ആ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപ്പ് നെയ്യൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പും നെയ്യൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ, നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത്തിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മധുരം കൂടി പോകരുത്, പാകത്തിനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളൂ, ബാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ട് പോരെങ്കിൽ നമുക്ക് ഇനി ഒഴിക്കാമല്ലോ. പക്ഷെ മധുരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി അധികം മധുരം ഇഷ്ടമല്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ മടുത്തു പോകും. ഇപ്പോൾ ഞാൻ കുറച്ചെന്ന് വെച്ചാൽ പായസത്തിന് വേണ്ട പാകത്തിനുള്ള മധുരം മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം പായസത്തിൻ്റെ കളറ് ആ ശർക്കരയിൽ നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന പോലെ പരിപ്പ് പ്രഥമൻ്റെ ആ കളറൊന്നും നമുക്ക് കിട്ടില്ല, കാരണം അതിലൊക്കെ മധുരം അധികം ചേർത്തിട്ടുണ്ടാവും. നമ്മളിവിടെ പാകത്തിന് ചേർത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കളറ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ശർക്കരപ്പാനിയും പരിപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരിയുടെ ഒപ്പം ഞാൻ 2ാം പാൽ ചേർത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വൈറ്റ് കളറിൽ കിടക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2ാം പാലാണ്. അപ്പോൾ 2ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 2ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലെ മധുരം ചിലപ്പോൾ കുറവായിട്ട് വരും, കുറച്ചാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറവായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് പാകത്തിന് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതിലേക്ക് അല്പം മധുരം കുറവായിട്ട് തോന്നി, കാരണം കുറച്ച് ശർക്കരപ്പാനിയാണല്ലോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പോരെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇത്തിരി മധുരം കുറവായപ്പോൾ അല്പം കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ. ഒരു കുഞ്ഞത് പിഞ്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ പണി ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഫൈനലായിട്ട് ചെയ്തെടുക്കാനുള്ളത് തെമ്പാലാണ് ഒഴിച്ചെടുക്കാനുള്ളത്. അതിൽ കുറച്ച് പൊടിക്കൈയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം കട്ടിയായിട്ട് എടുക്കണ്ട കേട്ടോ. ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഇത് പരിപ്പായതുകൊണ്ട് കട്ട പിടിച്ചു പോവും. പിന്നെ നമ്മളിതിൽ ചവ്വരിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് തെമ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തെമ്പാലൊക്കെ നമ്മളിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ചുക്കുണ്ടല്ലോ, ചുക്കും ജീരകവും അതുപോലെ തന്നെ ഏലയ്ക്കും അല്പം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഞാനിവിടെ ഫ്രിഡ്ജിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസം ഒരു സൂപ്പർ താരമായിട്ട് മാറണത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ടാണ് ഈ തെമ്പാലും ഈ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള പരിപ്പ് പായസവും അതുപോലെ ശർക്കര പായസങ്ങളൊക്കെ വെക്കുമ്പോൾ ചേർക്കേണ്ട സംഭവമാണ് ചുക്കും ജീരകവും ഏലയ്ക്കും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പാൽപ്പായസത്തിന് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഏലയ്ക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ ഒരു സംഭവം മസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ ടേസ്റ്റ് ഈവനായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആസ് യൂഷ്വൽ നമുക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് നെയ്യിൽ 1 പിടിയോളം കാഷ്യൂനട്ടും 1 പിടിയോളം കിസ്മിസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് പായസത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു പായസത്തിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഭംഗിക്കായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പായസം. ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്
വിചാരിക്കുന്നു. ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.